നമുക്ക് പക്ഷെ എന്താ വെച്ചാൽ ഉള്ളതൊക്കെ കത്തി ചാമ്പലായിട്ട് അവിടെ കിടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഓർഡറല്ല, ഡിസോർഡറായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മുടെ കാഴ്ചപ്പാടാണ്. പ്രകൃതിയുടെ കാഴ്ചപ്പാടിൽ അതങ്ങനെ ഇറ്റ് ഈസ് എ ന്യൂ ഓർഡർ. എവിടെ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടോ, ഇൻ വാട്ട് എവർ ഫോം, ഏത് രൂപത്തിലാണെങ്കിലും പരിവർത്തനത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ അത് അഗ്നിയാണ്. അറിവില്ലായ്മയെ മാറ്റണ അറിവ് അഗ്നിയാണ്. നമ്മുടെ ചില മിഥ്യാധാരണകൾ, അവനവനെക്കുറിച്ചുള്ള ഈഗോകളെ പൊളിച്ച് കളയുന്ന എന്ത് ഉണ്ടോ, അതൊരു സിറ്റുവേഷൻ ആവാം, ഒരു ചിന്തയാവാം, എന്തും ആവാം, അഗ്നിയാണിത്. നമ്മുടെ നശ്വരത, ഞാൻ നശിച്ചു പോവും, മരിച്ചു പോവും ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ലാണ്ടായിത്തീരും, അതിനെ മാറ്റിമറിച്ച് നമ്മളെ ധൈര്യത്തിലേക്ക് കൊണ്ടുവരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫോഴ്സോ ഒരറിവോ അതുണ്ടെങ്കിൽ അതും അഗ്നിയാണ്. ദുഃഖം കളഞ്ഞ്, ദുഃഖത്തിനെ മായ്ച്ചു കളഞ്ഞ് സന്തോഷത്തെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതും അഗ്നിയാണ്. ഇനി സുഖത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ദുഃഖത്തിലേക്ക് പോകണമെങ്കിൽ അതും അഗ്നിയാണ്. നമ്മൾ ശോകാഗ്നി എന്നാ പറയുക, കോപാഗ്നി, ശോകാഗ്നി നോക്കൂ അല്ലേ, കാമാഗ്നി, ജ്ഞാനാഗ്നി അല്ലേ. ഭാരതത്തിൻ്റെ ബ്യൂട്ടി അതാണ്. ഇമോഷൻസുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ടുള്ള എന്താ പറയുക, അത് അധികം കാണില്ല നമുക്കല്ലേ. അപ്പോൾ അതൊക്കെ അഗ്നിയായിട്ട് തന്നെ പറയുന്നത്. അതൊക്കെ നമ്മൾ തീ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അത് തീ അല്ലാതെ പവർ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, അറിവ് കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, ദുഃഖം കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, സുഖം കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, വിശപ്പ് കൊണ്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, എല്ലാം